ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം മറ്റു രീതിയിൽ ഇവര് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു. അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത്? അതായത് എനിക്ക് അവസാനം മരുന്ന് ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സെബിൻ എന്ന ചെറുപ്പക്കാരൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് അവിടെ നടന്ന പുള്ളിക്ക് നേരെ നടന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഹാരാസ്മെന്റുകളൊക്കെ പുറത്തു വരുന്നത്. പുള്ളിക്ക് അവിടെ പിന്നെ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ വരുന്നവർ കഴിക്കുന്ന, അതായത് നമ്മുടെ ബൈപ്പോളാർ ഡിസീസിന് കഴിക്കുന്ന മരുന്നുകൾ വരെ കഴിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് സെബിൻ പറയുന്നു. സെബിൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷവും സെബിനെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ആക്രമിക്കുന്ന നിലപാടുണ്ടായിട്ടെന്ന് പറയുന്നു. ഇപ്പോൾ സെബിൻ്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്നും വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നും ഇപ്പോൾ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഈ ഇഷ്യൂസിനെ ബേസ് ചെയ്ത് സെബിൻ കൊടുത്ത കേസിൽ ഇപ്പോൾ എന്തായാലും അന്വേഷണം നടത്താൻ എന്തായാലും തീരുമാനിച്ചിരിക്കണം. അപ്പോൾ എന്തായാലും ലാലേട്ടാ, നിങ്ങൾ ഇതുപോലെ സാമ്പത്തികത്തിന് വേണ്ടി ഇതുപോലുള്ള നാണക്കെട്ട ഒരു ഷോയ്ക്ക് ഹോസ്റ്റായിട്ട് പോയി നിൽക്കരുത്.